ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്വപ്ന. SB കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് റവ ദോശയാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ വലതുവശത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് റവ ദോശ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന അളവ് ഗ്ലാസ്സാണ് ഇട്ടത്. ഈ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് റവ എടുത്തേക്കുന്നത്, അതുപോലെ തന്നെ 1 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ഗ്ലാസ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്. മല്ലിയിലയ്ക്ക് പകരം ചിലർ കറിവേപ്പില എടുക്കട്ടെ. സബോള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 സബോളയാണ്. ഇത് തൈരാണ് എടുത്തേക്കുന്നത്, കായം, ജീരകം, ഉപ്പ്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. റവ ഇടാം, 1 ഗ്ലാസ് റവ, അതുപോലെ തന്നെ 1 ഗ്ലാസ് അരിപ്പൊടി, 1/2 ഗ്ലാസ് മൈദ, ഇനി നമുക്ക് തൈര് 2 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് ഞാൻ, അതിട്ട് കൊടുക്കാം. ചിലർ തൈര് ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ തമിഴ്നാട് സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്, അത് കാരണമാണ്. സബോള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, പച്ചമുളക് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം, മല്ലിയിലയ്ക്ക് പകരം ചിലർ കറിവേപ്പില ഇടും. ഞാൻ തമിഴ്നാട് സ്റ്റൈൽ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് മല്ലിയില ഇട്ടേക്കുന്നത്. കറിവേപ്പില ഇട്ടാലും കുഴപ്പമില്ല. ഇനി ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു മണത്തിനും ഇതിനും വേണ്ടിയിട്ട് കായപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ, കായപ്പൊടിയും. ആ ടേസ്റ്റ് അനുസരിച്ച്, ഓരോരുത്തർക്ക് കായപ്പൊടിയുടെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും, അതനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഗ്ലാസ്സിൽ ഞാൻ 5.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് അതിൽ, എന്നിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. 5.5 ഗ്ലാസ് വെള്ളം, 5.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത് ഒരു 3-4 മണിക്കൂറെങ്കിലും എടുത്ത് വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ഇരുന്നൊന്ന് സെറ്റാവണം. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ചട്ടിയിലേക്ക് ഒഴിക്കുന്നത് കാണിച്ച് തരാം കേട്ടോ. ഞാൻ ഇതിൽ കൂടുതൽ എക്സ്പെർട്ടൊന്നുമല്ല, പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ ദോശയ്ക്ക്. ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക, കണ്ട ഇങ്ങനെ ഓട്ടോട്ടയ്ക്ക് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ നീർദോശ ഉണ്ടാക്കിയില്ലേ, അതേ ലെവലിലാണ്. കണ്ട, നീർദോശ ഉണ്ടാക്കി പരിചയമുള്ളവർക്ക് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനെ കോരി ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇളക്കി എടുത്തിട്ട് കോരി ഒഴിക്കണം. എന്നാൽ നമുക്ക് എല്ലാ ദോശയും ഒരേപോലെ കിട്ടും. ഇളക്കിയിട്ട് കോരി ഒഴിച്ചാൽ മതി. ഇനി സൈഡിൽ ഞാൻ എണ്ണയാണ് കേട്ടോ ഒഴിക്കണേ. തമിഴ്നാട്ടിലൊക്കെ എണ്ണയാണ് ഉപയോഗിക്കുക. എനിക്ക് എണ്ണ ഒഴിച്ചിട്ടാണ് ടേസ്റ്റും, അത് പറഞ്ഞ് സൈഡിൽ എണ്ണയാണ് വെച്ചത്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇത്രയ്ക്കേ ഉള്ളൂ നീർദോശ. കണ്ട, വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ് നീർദോശ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം.